വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ സ്കോൾ ഫോർ സിമ്പതി ബൈ E.V. ലുക്കാസ്. അപ്പോൾ റീഡിംഗ് ഓൺ ഫിലോസഫി നോളജിലെ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു വർക്കിൽ സിമ്പതിയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളത്. നോ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു എ മോർ കമ്പാഷനേറ്റ് ആൻഡ് ഹാർമോണിയസ് സൊസൈറ്റി. ഈ ഒരു വർക്കിൽ ഫോസ്റ്റർ ചെയ്യുന്നുള്ളത് സെൻസ് ഓഫ് ഷെയർഡ് ഹ്യൂമാനിറ്റി ആണ്. ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന ഈ ഒരു വർക്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് എമ്പതി എന്നുള്ള ഐഡിയ ആണ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസസ് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോർ എമ്പത്തറ്റിക് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കിലൂടെ. ദ സ്കൂൾ ഫോർ സിമ്പതി ബൈ E.V. ലുക്കാസ് ഈ ഒരു വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് എമ്പതി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സീയിങ് ദ വേൾഡ്. നമ്മുടെ ചുറ്റുള്ള ആ ഒരു വേൾഡിനെ കാണാനുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസിനെയും മനസ്സിലാക്കലിൻ്റെയും അതുപോലെ തന്നെ എമ്പതിനൊക്കെ പറ്റിയിട്ടുള്ള തീംസാണ് ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമുക്ക് ആ ലോകത്തെ കാണാനുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസിനൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറയുന്നുള്ളത്. ദ യൂണീക്ക് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഓഫ് മിസ് ബീമിൻ്റെ സ്കൂളിൽ ഒരു യൂണീക്കായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണുള്ളത്. ഈ ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ്, ഡിസാബിലിറ്റീസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഫോർ എ ഡേ ടു ഫോസ്റ്റർ കമ്പാഷൻ. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് റിവോൾവ് ചെയ്യുന്നുള്ളത് മിസ് ബീംസിൻ്റെ ആ ഒരു സ്റ്റുഡൻസിനെ ടീച്ചിങ് ചെയ്യുന്നുള്ള ആ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണ്. ആ ഒരു പുതുതായിട്ടുള്ള ആ ഒരു മെത്തേഡാണ്. ടു ബി തോട്ട്ഫുൾ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ കൈൻഡ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ലൊരു സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ്. എന്താണ് ആ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ്? ആ സ്കൂളത്തെ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് എന്നുള്ളത് ആ ഒരു കുട്ടികൾ എന്ത് ചെയ്യും, ഓരോ ദിവസവും ഒരു ദിവസം അന്ധനായിട്ട് ഇല്ലെങ്കിൽ മുടന്തനായിട്ട് ഇല്ലെങ്കിൽ ബധിരനായിട്ട് ഇല്ലെങ്കിൽ ഊമയായിട്ടൊക്കെ ഒരു ദിവസം എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്റ്റുഡൻസിനെ ആ ഒരു ഇതുപോലെയുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുള്ള ആൾക്കാരോട് റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് ഈ ഒരു മിസ് ബീം എന്ന് പറയുന്ന ആൾ തുടങ്ങാൻ കാരണം. അതിലൂടെ നല്ല നല്ല നേട്ടങ്ങളാണ് കുട്ടികളിലൂടെ ഉണ്ടാവുന്നത്. എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസിൽ ഉണ്ടാവുന്നതിന് കാരണമാവുന്നു ഈ ഒരു മെത്തേഡ് കാരണം. ഈ ഒരു സ്കൂളിൻ്റെ ഫിലോസഫി ചലഞ്ച് ചെയ്യുന്നുള്ളത് സ്റ്റുഡൻസിൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റുഡൻസിനെ ഔട്ട്സൈഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ചലഞ്ച് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ നിന്നും വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യുക ഓഫ് സം വൺ വിത്ത് എ ഡിസാബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂമൻ ഡിവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ള ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കാനൊക്കെയാണ് ഈ ഒരു ഡിസാബിലിറ്റി ഡേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കൂളിലുള്ള ഇന്നോവേറ്റീവ് മെത്തേഡ് എന്നുള്ളത്. ഈ ഒരു നെറേറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് സ്കൂൾസ് അപ്രോച്ച് ഓൺ ദ സ്റ്റുഡൻസ്. ആ ഒരു സ്റ്റുഡൻസിലുള്ള ഉണ്ടാകുന്നുള്ള സ്കൂളിൻ്റെ അപ്രോച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് ആ ഒരു കാര്യത്തെയാണ് ഈ ഒരു നെറേറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഷോ ചെയ്യുന്നുള്ളത് എക്സ്പീരിയൻസസ്, എങ്ങനെയാണ് അവർ ഈ ഒരു ചലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം അവർ തോട്ട്ഫുൾ ആവുന്നതും കമ്പാഷനേറ്റ് ആവുന്നതും മറ്റുള്ളവരുമായിട്ട് കമ്പാഷനേറ്റ് തോട്ട്ഫുൾ ആവുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു നെറേറ്റീവിൽ പറയുന്നുള്ളത്. ഈ ഒരു സ്കൂൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് കൈൻഡ്നെസ്സും അതുപോലെ തന്നെ കമ്പാഷനുമാണ്. ഇസ് എ കീ എലമെൻറ്റ് ഇൻ ഇറ്റ്സ് മിഷൻ ടു ക്രിയേറ്റ്. ഈ ഒരു മിഷൻ എന്നുള്ളത്, ഇവരുടെ ഈ ഒരു മിഷൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ഈ ഒരു സ്കൂളിൻ്റെ നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുള്ളത് മിസ് ബീംസിൻ്റെ അപ്രോച്ച് എന്നുള്ളത് എഡ്യൂക്കേഷണൽ മെത്തേഡിൽ ട്രഡീഷണൽ മെത്തേഡാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രൂ ലേണിംഗ് എന്നുള്ളത് അച്ചീവ് ചെയ്യുന്നുള്ളത് എക്സ്പീരിയൻസിലൂടെയും എമ്പതിയിലൂടെയാണ്. ഏതിനേക്കാൾ റോട്ട് മെമ്മറൈസേഷനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസിലും എമ്പതിയിലൂടെയാണ് ട്രൂ ലേണിംഗ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
സ്കൂൾസ് യുണീക്ക് കരിക്കുലം എയിം ചെയ്യുന്നുള്ളത് ടു കൾട്ടിവേറ്റ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ്. വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു യുണീക്ക് കരിക്കുലം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരെന്നുള്ളത് ഈ ഒരു വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത് ഒരിക്കലും നോളജബിൾ മാത്രമല്ല, പകരം അവർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, മനസ്സിലാക്കുന്നവരും കമ്പാഷനേറ്റ് ആയിട്ടുള്ളവരായിരിക്കും ഈ ഒരു സ്കൂൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.